ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കമ്പുകളൊക്കെ പ്രൂൺ ചെയ്ത് വെച്ചേക്കുന്ന കണ്ടോ? കാരണം കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയുണ്ട്. ഇപ്പം കായ്ക്കുന്ന ടൈമല്ല, ഡിസംബർ എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് കാലിയാണ്. മഴയൊക്കെ ഇടയ്ക്ക് കിട്ടിയാൽ പോലും ഫുൾ കാലിയാണ്, ഒന്നും പിടിക്കുന്നില്ല. പുതിയ പുതിയ ഷൂട്ട്സ്, യങ് ഷൂട്ട്സൊക്കെ വരുന്നുണ്ട്. മേപ്പോട്ട് നിൽക്കുന്നതൊക്കെ യങ് ഷൂട്ട്സാണ് അതിൻ്റെ. അപ്പോൾ അത് എല്ലാവരും പറയും, പുതുതായിട്ട് വരുന്ന ഈ ഒരു ഷൂട്ട്സ് ഒന്നും അങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്ത് കളയരുത്. കാരണം നെക്സ്റ്റ് സീസണിൽ കൂടുതലും ഫ്രൂട്ട്സൊക്കെ വരുന്നത്, ഈ ഫ്ലവേഴ്സ് വരുന്നത് ഈ ഒരു പുതിയ ന്യൂ ഷൂട്ട്സിലായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കണ്ടോ, കുറച്ച് കമ്പുകൾ ഇങ്ങനെ അതിൽ നിന്ന് ചെത്തി അടുത്ത ആർക്കെങ്കിലുമൊക്കെ ആവശ്യക്കാർക്ക് ഇത് നട്ട് തൈ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിനൊരു വൃത്തിയുള്ള രീതിയിൽ അതിനെ വെട്ടി ഇങ്ങനെ വെച്ചേക്കുക. വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടുക്കി വെച്ചേക്കുക. അപ്പം പെട്ടെന്ന് തന്നെ അത് ഇരുന്ന് ഫംഗസ് ഒന്നും പിടിക്കാതെ അതിൻ്റെ ഈ ഒരു അറ്റമൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കും. പിന്നെ ഇതിനെ കൊണ്ടുവന്ന് മണ്ണിൽ നട്ടാൽ മതി. നല്ല മുള്ളുള്ള ഒരു സാധനമാണ്. കുറച്ചേറെ ഷൂട്ട്സ് ഉണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് വെട്ടിക്കളഞ്ഞത്. പിന്നെ ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മളതിങ്ങനെ നടാനായിട്ട് കൊടുക്കും. നമ്മുടെ പ്ലാന്റ് ഇപ്പം ഏകദേശം ഒരു 3-4 വർഷമായിട്ടുള്ളൊരു പ്ലാന്റാണ്. കണ്ടോ, 1 അല്ല 3 പ്ലാന്റ്സ് ഉണ്ട് ആക്ച്വലി ഇവിടെ.